ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ സ്നാക്കിൻ്റെയാണ്. സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. ഉള്ളിൽ നല്ല സ്പെഷ്യൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് പുറം ഭാഗം പ്രത്യേകിച്ച് മൊരിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്കൊരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളക്ക് ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് നന്നായിട്ടൊന്ന് വരട്ടെ. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഏതായാലും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലയുടെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താലും മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കന് പകരം ബീഫോ മീനോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഒരു സവാളയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും എരിവൊക്കെ നോക്കി കൊടുക്കാൻ ചെയ്യാം. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫില്ലിങ്സ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ബാറ്ററിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ സാധാരണ ദോശയുടെ ഒക്കെ ഒരു ലൂസിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശയാക്കിയിട്ട് ചുട്ടെടുക്കാം. ഇനി മുകൾ ഭാഗം ഒന്ന് ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ മൈദദോശ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുകയും ചെയ്യും. ഇതേ രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ദോശ ആക്കി ചുട്ടെടുത്തിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയും കഴിക്കാം. ഒന്നും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോട്ടിങ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പേരിനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ഈ ഒരു മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാതെ മുട്ടയിൽ മാത്രം മുക്കിയെടുത്തിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ബ്രെഡ് ക്രംസ് ആകുമ്പോൾ ഒന്നും കൂടി കാണാനും നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ബ്രെഡ് ക്രംസ് കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ വെറൈറ്റി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.